നേപ്പാളിലെ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കി നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. യുവാക്കളുടെ നേതൃത്വത്തിൽ നടന്ന ശക്തമായ പ്രതിഷേധങ്ങൾക്ക് മുൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ രാജിക്ക് കാരണമായതിനെ തുടർന്നാണ് ഈ നീക്കം വന്നിട്ടുള്ളത്. കാർക്കിയുടെ നിയമനം ചർച്ചയാകുമ്പോൾ അവരുടെ വ്യക്തി ജീവിതവും നീതിന്യായ മേഖലയിലെ കരിയറും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. 1973 ജൂൺ 10 നേപ്പാളിലെ ബീരാൻ നഗറിൽ നിന്നും കാഠ്മണ്ഡുവിലേക്ക് പോവുകയായിരുന്ന റോയൽ നേപ്പാൾ എയർലൈൻസിൽ 19 സീറ്റുള്ള കനേഡിയൻ നിർമ്മിത TN വിമാനം നേപ്പാളി കോൺഗ്രസിലെ 3 അംഗങ്ങൾ ചേർന്ന് റാഞ്ചുകയായിരുന്നു. ഈ വിമാനത്തിൽ നേപ്പാളി നടൻ CP ലോഹിനിയും ഇന്ത്യൻ സിനിമാ താരം മാലാ സിൻഹയും ഉണ്ടായിരുന്നു. നേപ്പാൾ പ്രധാനമന്ത്രിയായി മാറിയ ഗിരിജ പ്രസാദ് കൊരായള ആസൂത്രണം ചെയ്ത ഈ റാഞ്ചലിൽ നാഗേർ ദുംഗൽ, ബസന്ത ഭട്ട്രായി എന്നിവർക്കൊപ്പം ദുർഗാ പ്രസാദും റുബേദിയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ കാലത്ത് ജയിൽ മോചിതയായിരുന്ന സുബൈദി കൊയ്ക്കാരുടെ അടുത്ത സഹായികളിൽ നിന്നും ഒരാളായിരുന്നു. മഹേന്ദ്ര രാജാവിന്റെ കീഴിലുള്ള രാജവാഴ്ചയ്ക്കെതിരെ സായുധ പോരാട്ടത്തിന് പണം സ്വരൂപിക്കുക എന്നതായിരുന്നു ഈ നീക്കത്തിന്റെ ലക്ഷ്യം. വിമാനത്തിൽ സർക്കാർ വക 30 ലക്ഷം രൂപയുണ്ടായിരുന്നു. ജീവനക്കാരുമായുള്ള ഒരു ചെറിയ ഏറ്റുമുട്ടലിന് ശേഷം റാഞ്ചൽ നടത്തിയവർ പൈലറ്റിനെ ബീഹാറിലെ ഫോർബൻഗഞ്ചിലെ ഒരു പുൽമേട്ടിൽ വിമാനമിറക്കാൻ നിർബന്ധിച്ചു. അവിടെ മറ്റ് 5 പേർ അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഈ ഉപരോധത്തിൽ പിന്നീട് നേപ്പാളിലെ പ്രധാനമന്ത്രിയായ സുശീൽ കൊയ്രാളയും സജീവമായി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു.